ഇന്ന് ഞാൻ ഒരു അടിപൊളി പ്ലേസിൽ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. പെരുമ്പാവൂരിന് അടുത്തുള്ള പാണിയോലി എക്കോ ടൂറിസം എന്ന് പറയുന്ന പ്ലേസിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ അത്രയൊക്കെയായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് എൻജോയ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം എൻജോയ് ചെയ്യാം. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും മാറ്റി വെക്കാം. ഇവിടെ വരുന്നവർക്ക് പെരിയാറിലെ കാഴ്ചകളൊക്കെ വ്യൂ ആസ്വദിക്കാൻ ദൂരെ നിന്ന് അതിലിറങ്ങി കുളിക്കേണ്ടവർക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുട്ട സവാരിയാണ്. പിന്നെ ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ട്രീ ഹൗസ് ആണ് കേട്ടോ. ഇവിടെ ഒത്തിരി മരങ്ങളുണ്ട്. ഇത് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ മരങ്ങൾക്കൊന്നും ഒരു ക്ഷാമമില്ല കേട്ടോ. നമുക്കിങ്ങനെ നോക്കി നിന്നാലുണ്ടല്ലോ കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ ഹൈറ്റിലാണ് ഇങ്ങനെ മരങ്ങളൊക്കെ നിൽക്കുന്നത്. നല്ല വലിപ്പമാണ് കേട്ടോ ഈ മരങ്ങൾക്ക് ഓരോന്നിനും. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗായിട്ട് ഞാനൊരു വ്ളോഗ് ഇടണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ രണ്ടാമത് പ്ലാൻ ചെയ്ത വ്ളോഗാണ് കേട്ടോ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. കാരണം ഇത് പാണിയോലി എക്കോ ടൂറിസം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എൻട്രൻസ് വേറൊരു പോർഷൻ. അതിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വലിയൊരു ഫോറസ്റ്റ് ഒക്കെ നടന്ന്, അതായത് ഒരു അരമണിക്കൂറൊക്കെ നടക്കാനുള്ള ഒരു ഫോറസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഫോറസ്റ്റിലാണെങ്കിൽ നിറച്ച് മഹാഗണിയൊക്കെയാണ് കേട്ടോ. നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബെടാ മരങ്ങളൊക്കെ തന്നെയാണ്. വർഷങ്ങളോളം പഴക്കമുള്ള വലിയ വലിയ വേരോട് കൂടിയ മരങ്ങളൊക്കെ. അപ്പോൾ നല്ല കൂളിംഗ് ആണ് കേട്ടോ ഈ ഫോറസ്റ്റിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നല്ല കൂളിംഗ്. ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് ഫാമിലീസായിട്ടും കുട്ടികളൊക്കെ ആയിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് കേട്ടോ. ഒരു 1 ഡേ ട്രിപ്പ് പോലും വേണ്ട, ഇത് ഒരു ഹാഫ് ഡേ ഒക്കെ എടുത്തിട്ട് വരാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക്, അതായത് കുട്ടവഞ്ചി സവാരിയുടെ ആ ഏരിയയിലേക്ക് പോകുന്ന പോർഷനിലൊക്കെ ഇതുപോലെ ഊഞ്ഞാലുകളൊക്കെ ഉണ്ട്. അതുപോലെ ട്രീ ഹൗസ് ഒക്കെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെരിയാറിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇക്കരെ നിൽക്കുന്നത് പാണൻകുഴി എക്കോ ടൂറിസം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് മുളങ്കുഴി എക്കോ ടൂറിസം ആണ് കേട്ടോ. അപ്പോൾ പാണൻകുഴിയിൽ നിന്ന് മുളങ്കുഴിയിലേക്ക് പോകുന്ന ആ കുട്ടവഞ്ചി സവാരിയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഇവിടെ മരങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഒത്തിരി മരങ്ങളുണ്ട്. പക്ഷെ ഞാൻ വന്ന വഴികളിൽ ഇതിലും വലിയ മരങ്ങളാണ് കേട്ടോ നിൽക്കുന്നത്. അതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ചെറിയ ചെറിയ മരങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടുന്ന് താഴേക്ക് ഇറങ്ങാൻ ചെറിയൊരു സ്റ്റെയറൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അതിമനോഹരമായ സ്റ്റെയറൊക്കെയാണ്. മരങ്ങൾ കൊണ്ടൊക്കെയാണ് കേട്ടോ സ്റ്റെയറിൻ്റെ സൈഡൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ അതേ താഴെ വെള്ളത്തിൽ കുട്ടകളൊക്കെ റെഡി ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ എന്തേ ലൈഫ് ജാക്കറ്റൊക്കെ എനിക്കുള്ള റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഇടാണ്. ഇപ്പറേ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, പാണിയോലി എക്കോ ടൂറിസം എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ അക്കരെയാണ് മുളങ്കുഴി എക്കോ ടൂറിസം എന്ന് പറയുന്നത്. തേക്കും കാടുകളൊക്കെയുള്ള നല്ല അതിമനോഹരമായ ഒരു ഫോറസ്റ്റ് ഡിവിഷനാണ്. ഞാൻ ഇക്കരക്കരയിൽ നിന്ന് അക്കരക്കരയിലേക്ക് കുട്ടസവാരി നടത്താൻ പോവാണ് കേട്ടോ. എന്തോരം പോട്ടോ അങ്ങ് അക്കരയ്ക്ക് വരെ പോ. ചാർജില്ല. ചെരുപ്പ് എവിടെയാ ഇവിടെ ഊരിയിട്ട് ഞാൻ എൻ്റെ സ്വന്തം വോയിസ് ഓവർ അതിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ അകത്ത് സോങ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വോയിസ്, അതായത് ഞങ്ങൾ ഇതിൽ കുറേ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇതിലെ ഈ ചേട്ടനുണ്ടല്ലോ, ഈ ചേട്ടൻ ഭയങ്കരമായിട്ട് സംസാരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ പ്ലേസിനെയൊക്കെ കുറിച്ച് നന്നായിട്ട് ഡൗട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ചോദിച്ചറിയാണ്. ആക്ച്വലി ഇത് പെരിയാറാണ് കേട്ടോ. പെരിയാറിലൂടെയാണ് ഈ കുട്ടയിലൂടെ ഇങ്ങനെ പോകുന്നത്. നമ്മുടെയൊക്കെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, അതായത് ഓൾഡ് ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ ചെങ്ങാടം എന്നൊക്കെ പറയില്ലേ, പണ്ടത്തെ ഓൾഡ് ഫിലിമിലൊക്കെ ഉണ്ട് ഇങ്ങനെ ചെങ്ങാടത്തിലൊക്കെ ഒഴുകി കിടക്കുന്നത്. അപ്പോൾ അന്നൊക്കെ ഒരു രസമൊക്കെയാണ്, അതിലുപരി ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് എനിക്ക് ഇതിൽ കയറുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. 600 രൂപയാണ് കേട്ടോ ഇതിൽ കയറാനുള്ള ഫീസ്. അതായത് 3 പേരുണ്ടെങ്കിൽ 4 പേർക്കുള്ള ചാർജ് നമ്മൾ ഇതിൽ കൊടുക്കേണ്ടി വരും. ഇതിൽ ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് 2 കുട്ടികളെയും കൊണ്ട് വരുന്നുണ്ടെങ്കിൽ 3 പേർക്കാണ് ഇതിൽ കയറാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളത് അത് തുഴയാനായിട്ട് ഇരിക്കുന്ന ചേട്ടനാണ് കേട്ടോ. അങ്ങനെ മൊത്തം 4 പേർക്കാണ് കേട്ടോ ഇതിൽ കയറാൻ പറ്റുള്ളൂ. ഫോറസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ഫീലാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റും നമ്മളിങ്ങനെ AC ഇട്ട റൂമിൽ ഇരിക്കണ ആ ഒരു ഫീലൊക്കെ തന്നെയാണ്. ഞാനിങ്ങനെ സൈഡിലിരുന്നു കൊണ്ട് വെള്ളത്തിൽ ഞാൻ എൻ്റെ കൈ വെച്ച് ഇങ്ങനെ സ്വന്തം തുഴഞ്ഞു പോകാണ് കേട്ടോ. ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കുട്ടസവാരി നടത്തണേ കേട്ടോ. എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ചേട്ടനാണെങ്കിൽ ഈ നദിയെ പറ്റിയും അതുപോലെ തന്നെ ഈ കരകളെ പറ്റിയുള്ള അവയർനെസ് ഒക്കെ തരുന്നുണ്ടായിരുന്നു. ഭയങ്കര പേടിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ വെള്ളത്തിലൂടെയുള്ള സവാരി എനിക്ക് ഭയങ്കര ടെൻഷൻ പിടിച്ചതാണ്. ഞാനിങ്ങനെ ചെറിയ ഷിപ്പിലും അതുപോലെ ബോട്ടിലൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ടൂറിസ്റ്റ് പരമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ച് പോയിട്ടുണ്ട്. അന്നൊക്കെ തന്നെ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ട്. എനിക്ക് ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള ഒരാളാണ്. കാരണം ഈ ഹൈറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ ആ ചേട്ടനോട് പറയുന്നുണ്ട്, ഹൈറ്റ് മാത്രമേ ഉള്ളൂ ചേട്ടാ, നീന്താനൊന്നും അറിയത്തില്ല എന്ന്. അപ്പോൾ ആളൊന്ന് പയ്യെ ചിരിച്ചിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല മോളെ, മോളവിടെ ഇരുന്നോ, കാഴ്ചകളൊക്കെ കണ്ടോളൂ.
ഒരു അരമണിക്കൂറൊക്കെ ആട്ടോ ഇതിലുള്ള ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൂരേന്ന് നോക്കിയാൽ ദേ അപ്പുറത്തെ കര മുളങ്കുഴി എന്ന് പറയും കേട്ടോ. അതായത് അവിടെ കുറേ ആളുകളൊക്കെ വന്ന് ഇറങ്ങുന്നുണ്ട് പുഴയിൽ. അത് ദൂരേന്ന് നോക്കുമ്പോഴാണ് കേട്ടോ ചെറിയ മനുഷ്യരായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങളുടെ ചെങ്ങാടം ആ മുളങ്കുഴി ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ പറയാണ് ഇവിടെ സൈഡിലൊക്കെ ആന ഇറങ്ങാറുണ്ടെന്ന്. അപ്പോൾ ഈ ചേട്ടൻ ആന ഇറങ്ങണ കാര്യം പറഞ്ഞപ്പോൾ ഞാനെൻ്റെ മനസ്സിലിങ്ങനെ വിചാരിക്കുമായിരുന്നു, പണ്ട് ഈ മുളങ്കുഴിയിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട്, അവിടെ ആന ഇറങ്ങുന്ന സ്പോട്ടാണെന്നൊക്കെ അറിഞ്ഞിട്ടാണ് കേട്ടോ ഞാനങ്ങോട്ട് വന്നേ. ദേ ഇതാണ് കേട്ടോ മുളങ്കുഴി ഭാഗം. അപ്പോൾ ഞങ്ങളെ ഇവിടെയും വരും ചെങ്ങാടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ പറയാണ് അവിടെ ദേ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആന ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. അവിടെ ആന ഇറങ്ങുന്ന കാൽപ്പാടുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ എത്തിയപ്പോഴത്തേക്കും ചെങ്ങാടം പയ്യെ തിരിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര സ്ലോയിലാണ് അവിടെ എത്തിയപ്പോൾ പോയത്. എന്നിട്ട് ചേട്ടൻ അതിനെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കുകയായിരുന്നു. ആനകൾ കൂട്ടമായിട്ട് ആ സൈഡിലൂടെ ഇങ്ങനെ പുഴയിലൂടെ ഇറങ്ങി വരും, എന്നിട്ട് മുളങ്കുഴി ഭാഗത്തേക്ക് ഇങ്ങനെ നടന്ന് കയറാറുണ്ടെന്ന്. പണ്ടൊരിക്കൽ, അതായത് ഒരു വർഷം മുമ്പ് ഞാൻ ഈ മുളങ്കുഴിയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ പോയിരുന്ന് ചോറ് കഴിക്കണമെന്ന്. അങ്ങനെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ഫുഡൊക്കെ പൊതിഞ്ഞ് ഞങ്ങൾ വന്നിട്ടോ. ഭയങ്കര മഴയുമായിരുന്നു ഞങ്ങൾ ആ ഫോറസ്റ്റിലേക്ക് കയറിയപ്പോൾ. അങ്ങനെ ഞങ്ങൾ മഴ വന്നപ്പോൾ ഇങ്ങനെ ഓരോ മരങ്ങൾ ചാടി ചാടി ഇങ്ങനെ കയറി നിന്നിട്ടോ. അങ്ങനെ അവസാനം ഈ മുളങ്കുഴി സൈഡിലേക്ക്, അതായത് പുഴയുടെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വന്ന് ഞങ്ങൾ ഫുഡ് തുറക്കുന്നതും കുറേ കുരങ്ങന്മാർ വന്നിട്ട് ആ ഫുഡൊക്കെ തട്ടിപ്പറിച്ച് മേടിച്ചിട്ടോ. ആദ്യം സിസ്റ്റർ അതിങ്ങനെ പിടിച്ച് പറിച്ച് വെച്ച് നിന്നു, ബലം പിടിച്ച് നിന്നു. പക്ഷെ കുറേ കുരങ്ങന്മാർ ഒരുമിച്ച് അങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫുഡ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ഫുഡ് മൊത്തം കുരങ്ങിന് കൊടുത്തിട്ട് തിരിച്ചവിടെ കുരങ്ങൻ ഫുഡ് കഴിക്കണേ നോക്കി നിൽക്കേണ്ടതായിട്ട് വന്നു. ഈ സമയത്ത് അതൊക്കെ ഞാൻ ആ ചേട്ടനോട് ഇങ്ങനെ പറയായിരുന്നു. അപ്പോൾ അതൊക്കെ ഷെയർ ചെയ്ത് ഞങ്ങളിങ്ങനെ സംസാരിച്ച് പോകാണ് കേട്ടോ. സൈഡിലൊക്കെ നിറച്ച് ഫോറസ്റ്റാണ്. ആക്ച്വലി മുളങ്കുഴിയിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഇപ്പുറത്തെ കരയിൽ നിൽക്കുമ്പോൾ അപ്പുറത്തും ഇതുപോലെ ഫോറസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ കരയിൽ, അതായത് മുളങ്കുഴി സൈഡിൽ നിൽക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇവിടെ കയറുന്നത് പോലെ ആനകൾ അപ്പുറത്തെ സൈഡിലുണ്ടാവുന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പാണിയോലി എക്കോ ടൂറിസത്തിൽ ആനകൾ അങ്ങനെ ഇറങ്ങാറില്ല എന്നാണ് കേട്ടോ ഈ ചേട്ടൻ പറയുന്നത്. പിന്നെ തുരുത്ത് പോലത്തെ കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എൻ്റെ ക്യാമറകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം ഞാനിങ്ങനെ അടുത്താണ് കേട്ടോ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വരാനായിട്ട് കുറച്ച് വൈകിയത്. വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അടുത്തുള്ള ചെറിയ ചെറിയ വൺ ഡേ ട്രിപ്പിനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളും ഫാമിലീസൊക്കെ ആയിട്ട് വരിക. അതുപോലെ കപ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോന്നോളൂ. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് തന്നെ ചെങ്ങാടത്തിൽ കയറാൻ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഒരുമിച്ച് കൂട്ടമായിട്ട് വന്നിട്ട് ചെങ്ങാടത്തിലൊന്നും കയറാൻ പറ്റില്ല. പിന്നെ ഞാൻ ചേട്ടനോട് ഇതിൽ മുതല, ചീങ്കണ്ണി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ഞാൻ ഈ കൈയിട്ട് ഇങ്ങനെ തുഴയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ പറയുന്നുണ്ട് ഇതിൽ മുതല, ചീങ്കണ്ണി അങ്ങനെയുള്ള ഒരു ഐറ്റം ഇല്ല, ധൈര്യമായിട്ട് തുഴയാം എന്നൊക്കെ. അപ്പോൾ എനിക്ക് കൈ അതിൻ്റെ ഉള്ളിലേ, അതായത് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒത്തിരി സങ്കടങ്ങളും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു ദിവസം, അതായത് വീക്കെൻഡിലൊക്കെ ഇവിടെ വന്നിട്ട് ഒന്ന് എൻജോയ് ചെയ്യുകയാണെങ്കിൽ, ഞാനിത് പറയുന്നത് നിങ്ങൾ കുറിച്ച് വെച്ചോളൂ. നിങ്ങൾ ഭയങ്കര സ്ട്രെസ്സായിട്ടൊക്കെ വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒരു ദിവസം ഈ കുട്ടവഞ്ചിയിൽ കയറുക കേട്ടോ. അടിപൊളിയായിരിക്കും. പിന്നെ ഞാൻ ഈ ചേട്ടനോട് ചോദിക്കുന്നത് ഇവിടെ ഒരുപാട് ആഴം കൂടിയ സ്ഥലമാണോ എന്നൊക്കെയാണ്. ചേട്ടൻ ഇവിടുത്തെ ആളായതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ നല്ല താഴ്ചയാണ്. അങ്ങനത്തെ താഴ്ചയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വലിയ തോട്ടിയില്ലേ, അങ്ങനത്തെ 2 തോട്ടി ചേർത്ത് വെച്ചാൽ പോലും വെള്ളം അതിൻ്റെ മേലെ മൂടൂല എന്നാട്ടാ പറയുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്കിങ്ങനെ ചെറുതായിട്ട് നിന്നാലും കുഴപ്പമില്ലാത്ത പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അവിടെ താമസിക്കുന്ന ആളായതുകൊണ്ട് ആൾക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. പിന്നെ ഇവിടെ ചെറിയ ചെറിയ ചുഴികളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് തന്നെയാണ് കേട്ടോ ആൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുകൊണ്ടും സേഫാണ്. പിന്നെ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇവർ തരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒന്നുകൊണ്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പി എൻ്റെ ഒന്നും അല്ല കേട്ടോ. വെയിലത്ത് ഇതിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ വെയിലടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റിന് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് ഈ വെയിലത്ത് ഇത് വെച്ചിട്ട് എനിക്ക് വലിയ പ്രത്യേകിച്ച് ഗുണം പോലെ എനിക്കൊന്നും തോന്നിയില്ല. ആക്ച്വലി വെള്ളത്തിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇരു സൈഡിൽ നിന്നുള്ള കാറ്റും കൂടി ആകുമ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നേ.
അങ്ങനെ കുട്ടവഞ്ചിയിലെ സവാരി ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് ഉള്ളിലിങ്ങനെ സങ്കടം വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ ഇതിനു മുമ്പ് പല പല ചെറിയ ഫോറസ്റ്റുകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ പോയിട്ടൊന്നും ഇതുപോലത്തെ സവാരിയൊന്നും നടത്തിയിട്ടില്ല കേട്ടോ. പല ഫോറസ്റ്റിലും ഇതുപോലെ ബോട്ട് സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ബോട്ടിലിരിക്കുന്ന ഒരു ഫീലല്ല ഈ കുട്ട സവാരിയിൽ യാത്ര ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പുഴയുടെ സൈഡിൽ ചെറിയ വീടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാനൊക്കെ ആയിട്ട് പറ്റുന്നുണ്ട്. അവർ കൃഷിയെ ആശ്രയിച്ചൊക്കെയാണ് ജീവിക്കുന്നത്. പിന്നെ ഒത്തിരി മത്സ്യങ്ങൾ ഈ പുഴയിലുണ്ടെന്നാണ് കേട്ടോ ഈ ചേട്ടൻ പറയുന്നത്. ഒരു ചൂണ്ടയായിട്ട് വരാണെങ്കിൽ ധാരാളം മത്സ്യത്തിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകാമെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലൂടെ ട്രാവൽ ചെയ്ത് പോയപ്പോൾ ഈ സൈഡിൽ ചെറിയ വഞ്ചികളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ആരുടെയാണെന്ന് ചോദിച്ചപ്പോൾ അത് ഈ കരയിലൊക്കെ താമസിക്കുന്ന ആളുകളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള വഞ്ചികളൊക്കെയാണ് കേട്ടോ. അവരപ്പുറത്തെ സൈഡിൽ അവർക്ക് ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അവരുടെ സ്വന്തം വഞ്ചിയും കാര്യങ്ങളൊക്കെയാണെന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. മുതല, ചീങ്കണ്ണി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് വെള്ളത്തിൽ ഇങ്ങനെ തുഴഞ്ഞു പോകാം കേട്ടോ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളത്തിലൂടെ പോകുമ്പോൾ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞു പോകുന്നത് കേട്ടോ. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. ഫോറസ്റ്റിലെ വെള്ളമായതുകൊണ്ട് തന്നെ പിന്നെ തണുപ്പിനെ പറ്റി ഒന്നും പറയണ്ടല്ലോ. നട്ടുച്ച നേരത്താണ് കേട്ടോ ഞാൻ ഈ പെരിയാറിലൂടെ ഇങ്ങനെ പോയത്. പക്ഷെ നല്ല വെയിലാണെങ്കിലും നമുക്ക് ആ വെയിൽ ഫീൽ ചെയ്യുന്നേ ഇല്ല. അങ്ങനെ ചെങ്ങാടത്തിലെ സവാരിയൊക്കെ കഴിഞ്ഞ് കരയോട് ചേർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെങ്ങാടം. ആ ടൈമിൽ ഒരു 2 തവണ കുറച്ച് സ്പീഡിൽ ചെങ്ങാടം കറക്കൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് നേരം ആഞ്ഞു തുഴഞ്ഞപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി ചെങ്ങാടം ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ കറങ്ങി കേട്ടോ. ഒത്തിരി സ്പീഡിൽ ഇങ്ങനെ കറങ്ങുമ്പോൾ നമ്മുടെ തല വരെ ഇങ്ങനെ കറങ്ങിപ്പോകും. അത്രയ്ക്ക് സ്പീഡിൽ ഇങ്ങനെ കറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. തുടക്കത്തിൽ ഞാൻ ആ ചേട്ടൻ്റെ പേര് ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി പുതിയ വ്ളോഗായിട്ട് വരുന്നവരെല്ലാവർക്കും ഓക്കെ ബൈ.